അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു എന്താ പറയുക ഒരു സർബത്താണ്. സർബത്ത് എന്ന് പറഞ്ഞത് സോഡാ സർബത്ത്. ഇതും എല്ലാവരും ഇപ്പോൾ തണുപ്പിക്കാനായിട്ട് നമ്മുടെ ശരീരവും വയറും ഒക്കെ നമ്മുടെ ഉള്ള് നന്നായിട്ട് തണുക്കാൻ വേണ്ടി കഴിക്കുന്ന ഒരു കാര്യം. സർബത്തും ഞാൻ നറുനീണ്ടി സർബത്തും കൊണ്ട് തയ്യാറാക്കുന്ന കാര്യം. നറുനീണ്ടി എന്ന് പറഞ്ഞാൽ നറുനീണ്ടി സർബത്ത് നല്ല കൂളിംഗ് ആണ് അല്ലാണ്ട് തന്നെ. അപ്പോൾ അത് കുറച്ച് കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് നമുക്ക് എളുപ്പത്തിൽ ഒരു സോഡ സർബത്ത് തയ്യാറാക്കാം. നറുനീണ്ടി സർബത്ത് 8 ടേബിൾ സ്പൂൺ അഥവാ അര കപ്പ്, നാരങ്ങാനീര് ഒരു വലിയ നാരങ്ങയുടെ പകുതി, പഞ്ചസാര അര കപ്പ്, 1 കപ്പ് വെള്ളവുമായി ചേർത്ത് അലിയിച്ചെടുത്തത്, സോഡാ വെള്ളം 6 കപ്പ്, കറുത്ത മുന്തിരിങ്ങ 8 എണ്ണം, കറുത്ത കശകശ വെള്ളത്തിൽ കുതിർത്തത് 1 കപ്പ്. അപ്പോൾ നമ്മുടെ സോഡ സർബത്ത് റെഡിയാക്കാൻ ഞാൻ പോവാണ്. അപ്പോൾ സോഡ ഏറ്റവും അവസാനം ഒഴിച്ചാൽ മതി. കാര്യം ഈ സോഡ എന്ന് പറഞ്ഞൊരു ഫിസ് ഉള്ള സാധനമാണ്, ഇങ്ങനൊരു ശബ്ദം അതിൻ്റെ പതയില്ല. അപ്പോൾ അതുകൊണ്ട് അത് ആദ്യമേ എടുത്ത് ഒഴിക്കേണ്ട ആവശ്യമില്ല. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് യോജിപ്പിക്കാം. പിന്നെ ഇത് നറുനണ്ടി സിറപ്പ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നറുനണ്ടി സിറപ്പ് കിട്ടുന്നത് കളേർഡ് ആയിട്ടല്ല, ഒരു എന്താ പറയുക തേനിൻ്റെ നിറമാണ് കുപ്പിയിൽ വാങ്ങാൻ കിട്ടുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് കളറ് ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കേണ്ട കാര്യമില്ല. പിന്നെ ചില കടകളിലെല്ലാം ഭയങ്കര കളർഫുൾ ആക്കാൻ വേണ്ടി പിങ്ക് കളറൊക്കെ കൊടുക്കും. പിന്നെ തമിഴ്നാട് ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ സർബത്ത് എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് പിങ്ക് ആണ്, അത് കളർ ചേർക്കുന്നതാണ്, നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മളൊരു 1/2 കപ്പ് നറുനണ്ടി സർബത്ത് ആ സിറപ്പ് നറുനണ്ടി സിറപ്പ് ഒഴിക്കുന്നു മിക്സിയിലേക്ക്. ആദ്യം 1/2 കപ്പ്. ഇതിൻ്റെ കൂടെ ഒരല്പം കളർ കിട്ടാൻ ഒരു പൊടിക്കൈ ചെയ്യാൻ പോവാണ് ഞാൻ. നല്ല കളറുള്ള ഗ്രേപ്സ്, നല്ല സീഡ്ലെസ് ഡാർക്ക് ഒരു ബ്ലൂ കളറിലെ ഗ്രേപ്സ് ഇപ്പം മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. കുറച്ച് കോസ്റ്റ്ലിയാണ്, വില കൂടിയതാണ്, പക്ഷേ ഇതിന് നല്ല കളർ തരാൻ സാധിക്കും. അപ്പോൾ അതൊരു എത്ര എണ്ണം ഇടണം? 8 എണ്ണം. നമ്മളൊരു 6 ഗ്ലാസ് സർബത്താണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്, സോഡാ സർബത്ത്. അപ്പോൾ ഒരു അത്രയും ചേർന്നു. എന്നിട്ട് അപ്പോൾ 2 കാര്യങ്ങളാണ് ചേർത്തിരിക്കുന്നത്. ഒന്ന് നറുനണ്ടി സിറപ്പ് 1/2 കപ്പ്, പിന്നെ ഒരു 8 മുന്തിരിങ്ങ. ഇനി അപ്പോൾ നമ്മളുടെ ഗ്രേപ്സ് ഒക്കെ അതിൻ്റെ കൂടെ യോജിച്ച് മിക്സായി കഴിഞ്ഞപ്പോൾ അതിനൊരു ലൈറ്റ് പിങ്ക് കളർ കിട്ടി ഇല്ലേ. ഇനി ഇതിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പ്, പഞ്ചസാരയുടെ വെള്ളം, അതായത് 1/2 കപ്പ് പഞ്ചസാര 1 കപ്പ് വെള്ളത്തിൽ അലിയിച്ചെടുത്തത്, അതാണ് നമ്മുടെ ഷുഗർ സിറപ്പ്. അതും കൂടി ഒഴിച്ചു കൊടുക്കും. അതെല്ലാം ഓക്കെ ആയി. ഇനി ഒന്നും ചെയ്യാനില്ല, ഇനി നമുക്ക് ഒന്ന് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് ഇതൊന്ന് അരിപ്പയിൽ കൂടി അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റും. നമുക്ക് ആവശ്യമുള്ള കളർ കിട്ടിക്കഴിഞ്ഞു. പിന്നെ ആ ഗ്രേപ്സിൻ്റെ ഒരു അല്പം രുചി എന്തായാലും ഉണ്ടാവും. നറുനീണ്ടിയുടെ നല്ല മണം വരുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് ഒരു നാരങ്ങയുടെ പകുതി, ഒരു വലിയ നാരങ്ങയുടെ പകുതി നീരെടുത്തത്, അതും ചേർക്കുക. അപ്പോൾ നമ്മുടെ സോഡ സർബത്തിൻ്റെ ഏതാണ്ട് കാര്യങ്ങളൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിൽ നമ്മൾ ചേർക്കാൻ പോകുന്നത് എന്താ അറിയോ? ഇതാണ് കറുത്ത കശ്കശ്. കറുത്ത കശ്കശ് എന്ന് പറഞ്ഞാൽ വാങ്ങാൻ കിട്ടും. കറുത്ത കശ്കശ് അത് ചെറിയ എള്ളു മാതിരി അല്ലെങ്കിൽ കടുക് മാതിരി ഇരിക്കും. അത് പക്ഷെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കുതിർന്ന് ഇങ്ങനെ വലുതാവും. അപ്പോൾ ഇതൊരു അല്പം ഇട്ടാൽ തന്നെ ഇത്രയാകും. ഞാനൊരു എന്താ പറയുക 1/4 കപ്പൊന്നുമില്ല, 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കുതിർത്താൽ ഇത്രയും കിട്ടും. ഏകദേശം 1 കപ്പോളം കുതിർന്നത്. അത് ആവശ്യാനുസരണം നമുക്ക് ചേർക്കാം. അത് കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കുന്ന സമയത്തും വളരെ രസമാണ്. അതെത്ര വേണമെങ്കിലും ആകാം. ഇതിപ്പോൾ നമ്മൾ 6 കപ്പിനല്ലേ, അപ്പോൾ ഏതാണ്ട് 1 ബൗൾ നിറച്ച് കറുത്ത കശ്കശ് കുതിർന്നത്. ഇനിയാണ് നമ്മുടെ സോഡ സർബത്തല്ലേ, അതിൻ്റെ ഫിസ് ഉണ്ടല്ലോ, ഒഴിക്കാൻ പോവാണേ. പതഞ്ഞ് വരുന്ന നോക്കാം. അടുത്ത 2ാമത്തെ ബോട്ടിൽ ഞാൻ പൊട്ടിച്ചൊഴിക്കാൻ പോണ സോഡ.
അപ്പം മധുരമൊക്കെ ആവശ്യത്തിന് ക്രമീകരിക്കുക. പിന്നെ നാരങ്ങാ നീരിന്റെ സ്വാദ് കുറച്ചുകൂടി ഇഷ്ടമാണെങ്കിൽ അര നാരങ്ങ എന്നുള്ളത് ഒരു നാരങ്ങ വേണമെങ്കിലും ചേർക്കാം. ഇനി നമ്മൾ ഗ്ലാസ്സിലേക്ക് പകർന്നാൽ മാത്രം മതി. ഇതിപ്പോൾ എത്ര പേർക്ക് കുടിക്കാനുള്ളതുണ്ടല്ലേ, നിറച്ചുണ്ട്. ഇതിങ്ങനെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കാം ആവശ്യാനുസരണം. ഇപ്പോൾ സോഡ ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ കഴിക്കുന്നതാണ് നല്ലത്. അത് പ്ലെയിൻ വാട്ടർ ആണെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇനി സോഡ ഒഴിച്ചാലും ഫ്രിഡ്ജിൽ വയ്ക്കാം. അതല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് വയ്ക്കാം. സോഡ ലാസ്റ്റ് മിനിറ്റ് കഴിക്കാൻ നേരത്ത് മാത്രം ഒഴിച്ച് ഉപയോഗിക്കാം. ഇനി നമ്മൾ ആവശ്യാനുസരണം ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാം, വിളമ്പാം. ആവശ്യാനുസരണം ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാം. പോരെ, കാണാനും ഭംഗി. ഈ കാണുന്നത് പോലെ തന്നെയാണ് കുടിക്കുമ്പോഴും നല്ല കൂളിംഗ് ആയിരിക്കും, നല്ലൊരു തണുപ്പ്. ഇങ്ങനെ കുടിക്കുമ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ തണുപ്പ്, ആ ഒരു തണുപ്പ് അത് കുറേ നേരം നമുക്ക് ആ തണുപ്പ് നിലനിർത്താനും സാധിക്കും. അപ്പോൾ ഇതെന്തായാലും ഈ ചൂടിനെ അതിജീവിക്കാൻ പറ്റിയൊരു പാനീയമാണ്. അപ്പോൾ സോഡ സർബത്ത് തീർച്ചയായിട്ടും പരീക്ഷിക്കുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച സ്ട്രോബെറി പോപ്പ് എന്നുള്ള ഐസും സ്ട്രോബെറി ഐസും പിന്നെ നമ്മൾ രണ്ടാമത് കാണിച്ച സർബത്ത്, എന്താണത്, സോഡ സർബത്ത്, ഇത് രണ്ടും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു കാലാവസ്ഥയ്ക്ക് പറ്റിയ വിഭവങ്ങൾ തന്നെയല്ലേ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും രണ്ട് വിഭവങ്ങളും പരീക്ഷിക്കുക. ആദ്യത്തേത് കുട്ടികൾക്കാണ് ഏറ്റവും നല്ലത്. രണ്ടാമത്തേത് വീട്ടിലെ ഏത് അംഗത്തിനും കഴിക്കാം, പ്രത്യേകിച്ച് വീട്ടിൽ ജോലി ചെയ്ത് തളർന്നിരിക്കുന്ന വീട്ടമ്മമാർക്ക്. എന്നല്ല അവർക്ക് വേണ്ടിയാണ് ഞാൻ ആ രണ്ടാമത്തെ വിഭവം ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. കാര്യം ഈ സോഡ സർബത്തൊക്കെ പുറത്തേക്ക് പോകുന്ന പുരുഷന്മാർക്ക് കടകളിൽ നിന്ന് വാങ്ങി കഴിക്കാൻ സാധിക്കും. വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ എങ്ങനെ ഇതൊക്കെ കഴിക്കുക? അവർക്ക് എപ്പോഴും പുറത്ത് പോയി ഇങ്ങനെ സർബത്ത് കുടിക്കാൻ പോകാൻ പറ്റും. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതല്ലേ സുഖം. പിന്നെ ഇതിൽ തന്നെ വേരിയേഷൻസ് ആകാം. ഇതിൽ തന്നെ വേണമെങ്കിൽ ഫ്രൂട്ട്സിന്റെ പീസസ് കഷ്ണങ്ങളാക്കിയിട്ടും ഏത് സീസണൽ ഫ്രൂട്ട് വേണമെങ്കിലും ഇട്ട് അതിനോടൊപ്പം കഴിക്കാം. അപ്പോൾ അത് ആരോഗ്യത്തിന് കുറച്ചുകൂടി നല്ലതായിരിക്കും. എന്തായാലും വളരെ ഫ്രഷ് ആയിരിക്കും, സ്കിന്നൊക്കെ നല്ല ഗ്ലോയിങ് ആയിട്ട് വരും. അപ്പോൾ ഈ ചൂടിനെ നന്നായിട്ട് അതിജീവിക്കാൻ സാധിക്കും. എന്തായാലും തീർച്ചയായിട്ടും പരീക്ഷിക്കും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.